ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ രാത്രി കേട്ടോ, രാത്രിയുള്ള ഒരു വ്ലോഗാണ്. ഞങ്ങൾക്ക് ഇക്കാനെ കൊണ്ട് നിലമ്പൂർ ലിയോ ലാബിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പോയതാണ് ബ്ലഡ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് അഴിക്കൊക്കെ ഞങ്ങൾ പോന്നു. വീടെത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. മതി നിമിച്ച് പറയട്ടെ കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ പോകുന്നതിന് മുമ്പേ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മീനച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് കേട്ടോ, സോറി. നമ്മൾ പുറത്ത് പോയപ്പോൾ ഓഫാക്കിയിട്ട് പോയതായിരുന്നു. ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു. നമ്മൾ മീൻ വറുത്ത എണ്ണ തന്നെയുണ്ട്, അതാട്ടോ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം മീൻ വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചത്. അതിനുശേഷം എണ്ണ ചൂടാവട്ടെ. തണുപ്പായ പിന്നെ ചെറിയ ചുമയുണ്ട് കേട്ടോ. ഒരു ടീസ്പൂണ് കടുക്, ഒരു ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിക്കേട്ടോ. കടുകിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണും ഉലുവ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ. കടുക് ഉലുവയും പൊട്ടി. അപ്പോൾ നമ്മളിനി അടുത്ത ഇട്ട് കൊടുക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെച്ചത് കേട്ടോ, ചതച്ചതൊന്നുമല്ല. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി. ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. പൊട്ടിത്തെറിക്കില്ല. ഈ സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പില എന്തായാലും കൊടുക്കരുത്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിനിഞ്ഞാന്നത്തെ മഴയ്ക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ തൈ ഒന്ന് ചാഞ്ഞ് പോയിട്ട്, അപ്പോൾ എടുത്ത് കഴുകി വെച്ചതായിരുന്നു, പാത്രത്തിലാക്കി വെച്ചതായിരുന്നു. അത് പിന്നെ നമുക്കിവിടെ സുലഭമായിട്ട് പൊട്ടിത്തെറിക്കി കിട്ടാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടാവുന്നത്. അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞായിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അച്ചാറായി മാറും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ. മഞ്ഞളാണ്. ഒരു മുളക് പൊടി പോലെ തോന്നി, പച്ചയില മുളക് പൊടിയല്ല. ഒരു പൊടി കുരുമുളക്. കുരുമുളക് ഓപ്ഷനല്ല കേട്ടോ, വേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം, വേണ്ടവർക്കല്ല, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് എന്താണ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് പറഞ്ഞാൽ. പിന്നെ ഇനി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് കാശ്മീരി ചില്ലി കേട്ടോ, ഞങ്ങളിവിടെ നോർമൽ മുളക് പൊടി ഉപയോഗിക്കില്ല. എരിവ് അവനവൻ്റെ പാകത്തിനനുസരിച്ച് ഇടുക. ഞാനിവിടെ ഒരു
2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുള്ളത്. അപ്പൊ ഇത് വലിയ സ്പൂണാണ്. വലിയ സ്പൂൺ. അതാണ് ഇതിൽ വേണ്ടത്. കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കുക. അഴിപ്പിക്ക, അങ്ങനെ അളക്കിക്കുക. നല്ലോണം അളകുന്നുണ്ടല്ലേ അല്ലേ? ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എപ്പം കണ്ടോ ഒരു അച്ചാറായി മാറി, ചെറുതായിട്ടൊരു അച്ചാറായി മാറി. അപ്പൊ ഇതിലോട്ട് മീൻ ഇടണം, എന്നാലേ അച്ചാർ ഇതായി മാറുള്ളൂ. ഫുള്ള് ഇതാണ് നമ്മളെ അച്ചാർ ഫുഡ്. നമ്മൾ മീൻ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വറുത്ത് വെച്ചതാട്ടോ. അപ്പൊ ഇതാണ് അച്ചാർ ഉപ്പുകൂടി ചേർത്തു. ഉപ്പും കൂടി ചേർത്തു. അപ്പൊ ഇത് അച്ചാറായി മാറും. അച്ചാറായില്ലേ? ഇനി നമുക്ക് നമ്മുടെ മീൻ ഇതിലോട്ടൊന്നിട്ട് വറുത്ത് വെച്ച മീൻ ഇടുക കേട്ടോ. മാറ്റി ഇതിന്റെ വെള്ളം അയക്കാം. ഇതാണ് നമ്മുടെ മീൻ വറുത്ത മീൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വിനാഗിരിയില്ലേ, വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കേട്ടോ. അപ്പം നമുക്ക് ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. ഏത് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്ന? വിനാഗിരി. വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിനോട്ട്. അത് വെള്ളമല്ല, വിനാഗിരി വെള്ളമാണ്. അത് കുടിക്കാൻ പാടില്ല കേട്ടോ. നല്ല വെള്ളമാണ് കുടിക്കാൻ പാടുള്ളത്. ഇതിനകത്തോട്ട് ഒരു ഹാഫ് കപ്പ് വലിയ കപ്പാണ്. അപ്പം അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം എന്താ പുക വന്നിട്ടുണ്ടോ? അത് അങ്ങനെ അട്ടാ പുക വരും കേട്ടോ. വിനാഗിരി ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ആവശ്യത്തിനുള്ള ഇതുണ്ട്. പിന്നെ ഈ കാണുന്ന ഇത്രയും വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻ അതിൽ നിന്ന് കുടിച്ച് ഈ ഗ്രേവി കുറയും കേട്ടോ. വിനാഗിരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രത്തോളം ഗ്രേവി വേണമെന്നുള്ളത് ചേർത്ത് കൊടുക്കുക. നല്ല മണമുണ്ട്. മണമുണ്ടോ? നല്ലൊരു മീൻ പൊളിച്ചൊരു മണം. മീനച്ചാർ എല്ലാം കൂടി ചേർത്ത് നല്ല എരിയായിരിക്കും അമ്മ. ഇച്ചിരി കൂടി വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി ഗ്രേവി ഇരിക്കട്ടെ. ഇച്ചിരി ഗ്രേവി ഇരിക്കട്ടെ. ഗ്രേവി ഇനി ഒരു ഉപ്പും കൂടി ഇടാം. ചേർത്തിരി ഇച്ചിരി ഉപ്പ് കുറവാണ് നമ്മുടെ അച്ചാറിനകത്ത്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ ഉപ്പ് അലിഞ്ഞു പോകുന്ന കേട്ടോ. അതങ്ങനെയാ, ഉപ്പ് അലിഞ്ഞു പോകും. ഉപ്പ് അലിഞ്ഞു പോകുമോ? ഉപ്പ് അലിഞ്ഞു പോകുമെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചത്? കണ്ട അലിഞ്ഞു പോകുന്നത്. ഇത് അലിഞ്ഞു പോകും. ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചത്? ഒരു സൈഡിലായിട്ട് അലിഞ്ഞു പോകട്ടാ, അല്ല ഫുള്ളായിട്ടൊന്നും അലിഞ്ഞു പോകത്തില്ല. അപ്പൊ എന്താ നമ്മുടെ അച്ചാർ അച്ചാർ റെഡിയായ. ഞാൻ അത്യാവശ്യം ഗ്രേവിയോട് കൂടിയേ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് കൂടുതൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, പേതറ എന്ന് പറയത്തില്ലേ, പേതറ ആ ഒരു മീനാട്ടോ. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള മീൻ വെച്ച് ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുപ്പിയിൽ ആക്കി വെക്കാവുള്ളൂ കേട്ടോ. നനവില്ലാത്ത നല്ല ഉണങ്ങിയ കുപ്പിയിലാക്കി വെക്കണം, എന്നാലേ ഇത് ഇരിക്കത്തുള്ളൂ, കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. 2-3 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് മാറ്റുക കേട്ടോ. അപ്പോഴേ അത് ശരിക്കും ആയി വരത്തുള്ളൂ. പുറത്ത് തന്നെ ഇരുന്നിട്ട് കുറച്ചൊന്ന് ആവാൻ റെഡിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.